ഹായ് സുഹൃത്തുക്കളെ, രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്നിൽ നിന്ന് കുത്താനും അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തു കളയാനും മുന്നിൽ നിന്ന് കളിച്ചൊരു വ്യക്തിയാണ് എം ഷഹനാസ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഷഹനാസിനെ വെറുക്കുന്ന ആളുകൾ, ഇഷ്ടപ്പെടാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കണം. എത്ര ആളുകൾ ഷഹനാസിനെ വെറുക്കുന്നുണ്ടെന്ന് അറിയാനാണ്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്ത്, അതുപോലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ കൂടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഷഹനാസ് രാഹുൽ മാങ്കൂട്ടത്തിന് ഉറ്റ സുഹൃത്താണ്, കോൺഗ്രസ് പ്രസ്ഥാനത്തിലെ ഒരു അംഗം കൂടിയാണ് ഷഹനാസ്. ആ ഷഹനാസിനെ പറ്റി രാഹുൽ മാങ്കൂട്ടം വരെ പറഞ്ഞിട്ടുണ്ട്, ഷഹനാസ് എനിക്ക് നല്ലൊരു സുഹൃത്താണ്. അങ്ങനെ ഒരു ഷഹനാസ് എന്നെ പിന്നിൽ നിന്ന് കുത്തിയപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയെന്നാണ് ഈ രാഹുൽ മാങ്കൂട്ടം തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്നിൽ നിന്ന് കുത്താൻ മുന്നിൽ നിന്നൊരു വ്യക്തിയാണ് ഷഹനാസ്. അപ്പോൾ ഷഹനാസുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം കെ മുനീറുമായിട്ടുള്ള ഇപ്പം 48 ലക്ഷം രൂപയുടെ മുനീറിൻ്റെ കടബാധ്യത പാർട്ടി തീർത്തു കൊടുത്ത വാർത്തയൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. അപ്പോൾ കെ മുനീറിന് ഇത്രയും കടങ്ങളും കാര്യങ്ങളും വരാനുള്ള കാരണങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നുണ്ട്. പല ആളുകളും പലതാണ് പറയുന്നത്. ചില ആളുകൾ പറയുന്നുണ്ട് മകൻ്റെ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് രൂപ ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത് എത്രയോ 50-55 ലക്ഷം രൂപ മുടക്കിയിട്ടാണ് കല്യാണം നടത്തിയതെന്നൊക്കെ അങ്ങനെ പല 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 വാർത്തകളാണ് കാണുന്നത്. ചില ആളുകൾ പറയുന്നുണ്ട് പുള്ളി സത്യസന്ധനായിട്ടുള്ളൊരു പ്രവർത്തകനായിരുന്നു. അയാൾ ഇത്രയും നാളും പാർട്ടിയിൽ നിന്ന് സത്യസന്ധമായിട്ടാണ് പുള്ളി പ്രവർത്തിച്ചിട്ടുള്ളത്. ഒരു രൂപ പോലും പാർട്ടിയിൽ നിന്ന് പുള്ളി എടുത്തിട്ടില്ല. അതുകൊണ്ടാണ് പുള്ളിക്ക് ഇന്ന് ഈ ഒരു ഗതി വന്നതെന്നും പറയുന്നുണ്ട്. അപ്പം നല്ലൊരു മനുഷ്യനെന്നും പറയുന്നത് പല പല കാര്യങ്ങളാണ് ഇപ്പം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഷഹനാസുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം കേൾക്കാൻ സാധിക്കുന്ന ഒരു വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ കെ മുനീർ കടക്കാരനാകാൻ ഒരു കാരണക്കാരി ഷഹനാസ് ആണെന്നാണ് ഇപ്പം സോഷ്യൽ മീഡിയയിലേക്ക് ഇങ്ങനെ പരക്കുന്ന വാർത്തകൾ. ഇത് വിശ്വസിക്കാതിരിക്കാനും പറ്റത്തില്ല. കാരണം ഷഹനാസിൻ്റെ ഇപ്പം റീസെൻ്റായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഷഹനാസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അങ്ങനെയാണല്ലോ. നമ്പർ 1 ഉടായിപ്പുകാരിയാണല്ലോ. മാത്രമല്ല ഷഹനാസ് ഇപ്പം ഒരു എഴുത്തുകാരൻ, ഷഹനാസ് കാരണം ഒരു എഴുത്തുകാരൻ വഴിയാധാരമായി പോയത് നമ്മൾ കണ്ടതാണ് അല്ലേ. ആ പുള്ളിക്കാരൻ്റെ ആ വാർത്തകളെല്ലാം നമ്മൾ കണ്ടതാണ്. അതിനെ പറ്റിയിട്ട് ഞാനും ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഷഹനാസ് ഒരു എഴുത്തുകാരനിൽ നിന്ന് അയാൾ എഴുതി ഉണ്ടാക്കിയ പുസ്തകങ്ങൾ കൊണ്ടുപോയി വിറ്റ് അതിൽ നിന്നുള്ള വരുമാനം, അതിൽ നിന്നുള്ള പൈസ കൊണ്ട് പുള്ളിക്കാരി ലാഭം ഉണ്ടാക്കിയിട്ട് പോലും അതിൽ നിന്ന് ഒരു കാലിച്ചായോ അല്ലെങ്കിൽ ഒരു രൂപ പോലും ആ പുസ്തകം എഴുതിയ ആൾക്ക് കൊടുത്തിട്ടില്ല. അയാളെ പറഞ്ഞു പറ്റിച്ച് വഞ്ചിച്ച് അവസാനം അയാൾ കേസ് കൊടുത്തപ്പോഴത്തേക്ക് അയാൾക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അയാളെ അപമാനിക്കുന്ന രീതിയിലും കാര്യങ്ങളിലും വാർത്താ സമ്മേളനം നടത്തുകയും അങ്ങനെ ഇപ്പം റീസെൻ്റായിട്ട് അയാൾ മാനനഷ്ട കേസിന് ഷഹനാസിനെതിരെ പരാതി വരെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പം ഇങ്ങനെയുള്ള കുറേ ഉടായ്പകളൊക്കെ നടത്തിയിട്ടാണ് ഷഹനാസ് ഇപ്പം നിൽക്കുന്ന ആ ഒരു ഷഹനാസിലേക്ക് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവരെ പേരും ഊരൊക്കെ വേറെയാണെന്നൊക്കെ പറയുന്നുണ്ട്. അതുമാത്രമല്ല വ്യാജ IAS ചമഞ്ഞ് ഈ പറഞ്ഞിട്ടുള്ള കോളേജിനെ തെറ്റിദ്ധരിപ്പിച്ച് അവിടുത്തെ കോളേജിനെ കൊണ്ടിട്ട് സ്വീകരണം വരെ ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഷഹനാസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കേട്ടയാണ്. ഇപ്പം കിടക്കുന്ന കെ മുനീറുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലും ഷഹനാസ് ഉണ്ട്. അപ്പം ഷഹനാസ് കാരണമാണ് കെ മുനീർ ഇങ്ങനെ കടബാധ്യത കയറാനുള്ളൊരു കാരണം എന്നൊക്കെ ഇപ്പം ചർച്ച നടക്കുവാണ്. അപ്പം ഷഹനാസിനെ പറ്റിയിട്ട് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഞാനിപ്പം പറഞ്ഞത് മാത്രമല്ല, ഒരുപാട് നമ്മൾ കണ്ടതാണ്, കേട്ടതാണ് അല്ലേ. അപ്പോൾ ഷഹനാസ് കെ മുനീറിൻ്റെ ഒലിവ് പബ്ലിക്കേഷനിൽ ഒരു സാധാരണ ജോലിക്കാരിയായിട്ട് വെറും തുച്ഛമായിട്ടുള്ള ശമ്പളത്തിൽ ജോലി ചെയ്തിരുന്നൊരു വ്യക്തിയാണ്. പിന്നെ അവിടുത്തെ എക്സിക്യൂട്ടീവ് വരെ ആ ഒരു പബ്ലിക്കേഷനിലെ സീനിയർ എക്സിക്യൂട്ടീവായിട്ട് വരെ നിന്ന് അവസാനം അവിടെ നിന്നിട്ട് കെ മുനീറിന് പണി കൊടുത്തിട്ട് വേറൊരു സ്വന്തമായിട്ടൊരു പബ്ലിക്കേഷൻ തുടങ്ങി മാറിയ ഒരു വ്യക്തിയാണ് ഷഹനാസ്. ആ ഒരു സംഭവം സോഷ്യൽ മീഡിയയിൽ കറങ്ങുന്നുണ്ട്. അപ്പോൾ ഇപ്പം കെ മുനീർ കടബാധിത ആവാൻ കാരണക്കാരിയായത് ഷഹനാസിനും ഒരു പങ്കുണ്ട്. കാരണക്കാരനായത് ഷഹനാസിന് ഒരു പങ്കുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഫേസ്ബുക്കിനകത്ത് കണ്ടൊരു പോസ്റ്റ് ഞാനിവിടെ നിന്ന് വായിക്കാം. അപ്പം ഫരീദ ഇബ്രാഹിം എന്ന് പറഞ്ഞ ഒരു ഐഡിയിൽ നിന്നാണ് ആ ഒരു പോസ്റ്റ് വന്നേക്കുന്നത്. അപ്പോൾ ഫരീദ ഇബ്രാഹിമിൽ നിന്നുള്ള ഐഡിയിൽ നിന്ന് പുള്ളിക്കാരി പറഞ്ഞേക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡോക്ടർ കെ മുനീറിൻ്റെ സാമ്പത്തികമായി പറ്റിച്ചതിൽ നമ്മുടെ IAS താത്തയും ഉണ്ടായിരിക്കുമോ എന്നൊരു ചോദ്യമാണ് ഇട്ടേക്കുന്നത്.
അപ്പോൾ ഈ ചോദ്യം ഇടാനുള്ളൊരു ഇങ്ങനെ ഒരു ചോദ്യം വരാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ MK മുനീറിന് അടുത്ത് നിൽക്കുന്ന ഒരാളാണ് MA ഷഹനാസ്. കാരണം പുള്ളിക്കാരൻ്റെ ഒരു പബ്ലിക്കേഷനിൽ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പം ഒരുപാട് അടുപ്പമുള്ള ഒരാളാണ് MA ഷഹനാസ്. എന്നിട്ടും MK മുനീറിന് ഇങ്ങനൊരു സംഭവം വന്നിട്ടും ഇങ്ങനൊരു ദുരനുഭവം വന്നിട്ടും ഷഹനാസിൻ്റെ പോസ്റ്റ് നമ്മൾ കാണുന്നില്ല. ഇതിനു മുമ്പൊക്കെ ഷഹനാസ് ഇങ്ങനെ ഘോരമായിട്ട് ഇപ്പോൾ റീസെൻ്റായിട്ട് ശ്രീനാദേവി കുഞ്ഞമ്മയുടെ റേഷൻ കാർഡ് വിവാദം വന്ന സമയത്ത് പോലും ഫേസ്ബുക്കിനകത്ത് കുഞ്ഞമ്മയെ എടുത്ത് അലക്കിക്കൊണ്ട് അതും ഇതും പറഞ്ഞ് പോസ്റ്റ് ഇട്ടത് വരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ എന്തുകൊണ്ട് ഷഹനാസ് പ്രതികരിച്ചില്ല? ഇനി പ്രതികരിക്കാതിരിക്കുന്നത് MA ഷഹനാസിന് കൂടെ ഇതിനൊരു പങ്ക് ഉണ്ടോ എന്നുള്ളൊരു സംശയമാണ് ആളുകളിൽ ഉളവാക്കുന്നത്. അതാണ് ഈ ഐഡിക്കകത്ത് ഈ ഫരീദ ഇബ്രാഹിം എന്ന് പറയുന്ന ഈ ഐഡിയയിൽ നിന്ന് ഇവരും ഇട്ടേക്കുന്ന ഒരു കാര്യം. അപ്പം ഒന്നുകൂടെ ഞാൻ വായിക്കാം. ഡോക്ടർ MK മുനീറിൻ്റെ സാമ്പത്തികമായി പറ്റിച്ചതിൽ നമ്മുടെ IAS താത്തയും ഉണ്ടായിരിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ ഒലി പബ്ലിക്കേഷൻ്റെ ഫൗണ്ടറും ചെയർമാനുമാണ് MK മുനീർ. അതിലെ ആദ്യകാല ജോലിക്കാരിയായിരുന്നു പ്രിയ സിജീഷ് എന്ന പേരിലുള്ള IAS കാരി. അപ്പം ഈ ഷഹനാസിൻ്റെ ഒറിജിനൽ പേര് പ്രിയ സിജീഷ് എന്നാണ്. പിന്നെയാണ് അവർ അത് MA ഷഹനാസ് ആക്കിയത്. അപ്പോൾ MK മുനീർ എന്നുള്ളൊരു പേര് കോപ്പി അടിച്ച് MK ഷഹനാസ് എന്നാക്കി. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ വെറും തുച്ഛമായിട്ടുള്ളൊരു ശമ്പളത്തിലൊരു ജോലിക്കാരിയായിരുന്നു MA ഷഹനാസ്. അതിൽ നിന്നാണ് ഷഹനാസ് കയറി വരുന്നത്. അവസാനം MK മുനീറിനെ നമ്മൾ പറയുമല്ലോ, MK മുനീറിനെ തേച്ച് വേറെ സംരംഭം തുടങ്ങി എന്ന് പറയുമല്ലോ. അവസാനം MK മുനീറിനെ തേച്ചിട്ട് സ്വന്തമായിട്ടൊരു സംരംഭം വരെ തുടങ്ങി, ഒരു പബ്ലിക്കേഷൻ വരെ തുടങ്ങിയ ഒരു ആളാണ് ഈ പറഞ്ഞിട്ടുള്ള MA ഷഹനാസ്. അപ്പം സ്വാഭാവികമായിട്ട് സംശയം ഇല്ലാതിരിക്കത്തില്ല. ആദ്യമായി ഈ സ്ത്രീ വിദേശത്ത് പോകുന്നതും അന്താരാഷ്ട്ര ബുക്ക് ഫെസ്റ്റിവലിൽ ഒലി പബ്ലിക്കേഷൻ്റെ സ്റ്റാളിൽ ജോലിക്കാരിയായാണ്. 5 വർഷത്തിനിടയ്ക്കാണ് മക്കാപത്ത് എന്ന പേരിൽ പ്രിയ ഒരു പബ്ലിക്കേഷൻ ആരംഭിക്കുന്നത്. ഇത്രയേറെ ആളുകൾ MK മുനീർ സാഹിബിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി വിഷയത്തിൽ പ്രതികരിച്ചപ്പോഴും ലോകത്തിലെ എല്ലാ വിഷയത്തിലും അഭിപ്രായം പറയുന്ന പ്രിയ സിജീഷ് മിണ്ടിയിട്ടില്ല. ഒരുപാട് പേര് പ്രതികരിച്ചു. എന്നിട്ടും നമ്മുടെ ഷഹനാസിൻ്റെ ഒരു പ്രതികരണവും വന്നിട്ടില്ലെന്നാണ് പറയുന്നത്. ഉണ്ട ചോറിനുള്ള നന്ദിയില്ലാഞ്ഞിട്ടാണോ ഇനി മുനീർ സാഹിബിനെ പറ്റിച്ച കഥ നാട്ടിൽ പാട്ടാകുമോ എന്ന് കരുതിയാണ് ഇവർ പ്രതികരിക്കാത്തത് എന്ന് വേണം കരുതാൻ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്തായാലും ഈ പോസ്റ്റിനകത്ത് ചോദിച്ചേക്കുന്ന പോലെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പം ഇതാണ് ഇപ്പം രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തിയെ ആരൊക്കെ ഇല്ലായ്മ ചെയ്യാൻ, ആരൊക്കെ പുള്ളിയുടെ പുറകിൽ നിന്ന് കുത്തി പുള്ളിയെ ചതിക്കാൻ നോക്കിയിട്ടുണ്ടോ അവർക്കെല്ലാം ഇപ്പോൾ 8ൻ്റെ പണികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പം ഞാൻ ഷഹനാസിൻ്റെ രാഹുൽ മാങ്കൂട്ടം 24 കൊടുത്തൊരു എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നല്ലോ. അതിനുശേഷം പിറ്റേന്ന് തന്നെ കുരു പൊട്ടിയിട്ട് ഷഹനാസ് രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റിയിട്ട് പറയുന്ന ഒരു വാർത്താ മാധ്യമങ്ങളൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. ഞാനത് ഇവിടെ ഒന്ന് വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കേ. കോൺഗ്രസിനകത്ത് നിന്ന് കോൺഗ്രസിനകത്തുള്ള ഒരാൾക്ക് പരാതി നൽകുമ്പോൾ ആ പരാതി നൽകുന്ന സ്ത്രീ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു എന്ന് വ്യക്തമായ ധാരണയുള്ള ഒരാളാണ് ഞാൻ. എന്നെ കോഴിക്കോട് DCC ഓഫീസിൽ വിളിച്ചിട്ട് ഞാൻ കൊടുത്ത പരാതിയുള്ള VR സുധീഷിന്റെ പരാതി പിൻവലിച്ചാൽ നീ DCC സെക്രട്ടറി ആണെന്ന് പറഞ്ഞ അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ ഉണ്ട്, DCC പ്രസിഡന്റ് കോഴിക്കോട്. അതിനുശേഷം ഷഹനാസ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗമായിരുന്ന ഷഹനാസിനെ എവിടെയും അടുപ്പിക്കാറില്ല. പരാതി നൽകുന്ന സ്ത്രീകളെ അത് രാഷ്ട്രീയമാവട്ടെ, സിനിമയാവട്ടെ, സാഹിത്യമാവട്ടെ എല്ലാ ഇടങ്ങളിലും മാറ്റി നിർത്തുന്നതേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി ഏറ്റവും കോൺഗ്രസിനകത്ത് കോൺഗ്രസിനെ നയിക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസിന്റെ അസറ്റാണ് എന്ന് വാദിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾക്കിടയിൽ ഈ കോഴിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം അയച്ച ഒരു മെസ്സേജിന്, അങ്ങനെ മെസ്സേജ് അയച്ചതിനെതിരെ അതും കൊണ്ട് പ്രതികരിക്കുന്ന, സ്ക്രീൻഷോട്ട് ഇട്ട് പ്രതികരിക്കുന്ന ഒരു വ്യക്തിയല്ല ഷഹനാസ്. അവർ പറയുന്നത് ഏതൊക്കെ കോഴികളെ ഏതൊക്കെ ലെവലിൽ നിർത്തണമെന്ന് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന കോഴീനെ നിർത്തേണ്ടടുത്ത് നിർത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഷഹനാസ്. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന കോഴീനെ നിർത്തേണ്ട സ്ഥലത്ത് ഞാൻ നിർത്തിയിട്ടുണ്ട്. ഇന്നും ഞാൻ പറയാം, നാളെ നിങ്ങൾ റെഡിയാണെങ്കിൽ അടൂരുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടില് അവന്റെ അമ്മയുടെയും അവന്റെ മുന്നിൽ ഞാൻ പറഞ്ഞതും അവൻ പറഞ്ഞതുമായിട്ട് എന്റെ ഫോൺ ഞാൻ വെക്കും. ഇതൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അമ്മയുടെ കണ്ണീരിന്റെ ശാപമെന്ന് ഞാൻ പറയും, വേറൊന്നുമില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, ആ ഒരു മകനെ പബ്ലിക്കിൽ വന്നിട്ട് എന്തോരം വാക്കുകളാണ് ഈ ഷഹനാസും അതുപോലെ ഒരു കൂട്ടം ആളുകളുണ്ടല്ലോ, അതിൽ ഷഹനാസാണ് മുൻപന്തിയിൽ നിന്നത്. ഷഹനാസിനെ പോലെ വേറെ ആളുകളുണ്ട്. ആലോചിച്ച് നോക്കി, വായിൽ വരുന്ന എല്ലാം പറഞ്ഞ് തൻ്റെ മകനെ ഒരു കോഴിക്കാട്ടം, നമുക്കിനി എന്തൊക്കെ പറഞ്ഞാലും ഒരു മനുഷ്യന് താങ്ങാൻ പറ്റുന്നതിന് അപ്പുറമാണ് ഈ പറഞ്ഞിട്ടുള്ളൊരു മോഷണം, ഒരു കള്ളൻ എന്ന് വിളിക്കുന്നതും ഒരു സ്ത്രീ പീഡകൻ എന്ന് വിളിക്കുന്നതും. അത് ജീവിതകാലം മുഴുവൻ അദ്ദേഹത്തെ
ആരാണെങ്കിലും അത് വേട്ടയാടിക്കൊണ്ടേയിരിക്കും. അങ്ങനൊരു ലേബലാണ് ഇവരൊക്കെ കൂടി രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞൊരു കറ കളഞ്ഞൊരു കോൺഗ്രസ്സുകാരൻ രാഷ്ട്രീയ നേതാവിന്, നല്ലൊരു രാഷ്ട്രീയ ഒരു ചെറുപ്പക്കാരന് മുദ്ര കുത്തി കൊടുക്കാൻ നോക്കിയത് അല്ലേ, തകർക്കാൻ നോക്കിയത്. ഇപ്പം ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഷഹനാസ് ഞാനൊരു കോൺഗ്രസ്സുകാരിയാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ. എവിടാണ് നിങ്ങളൊരു കോൺഗ്രസ്സുകാരിയാവുന്നത്? സ്വന്തം പ്രസ്ഥാനത്തിലുള്ള ആളുകൾ തന്നെ നിങ്ങൾ തകർക്കാൻ നോക്കുമ്പോഴത്തേക്ക്, ഈ സ്വന്തം പ്രസ്ഥാനത്തിലുള്ള ആളുകളെ തന്നെ നിങ്ങൾ സമൂഹത്തിൻ്റെ മുമ്പിൽ അപമാനിക്കുമ്പോഴത്തേക്ക്, ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ തന്നെ അപമാനിക്കുമ്പോഴത്തേക്ക്, അതിലെവിടെയാണ് ഒരു കോൺഗ്രസ്സുകാരൻ അല്ലെങ്കിൽ ഒരു കോൺഗ്രസ്സുകാരി എന്നതിനുള്ളൊരു നമ്മൾ പറയുമല്ലോ ആത്മാർത്ഥത അതിനകത്ത് എവിടെയാണ് കാണുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടായിരുന്നെങ്കിൽ അത് പാർട്ടിയിൽ പറയണമായിരുന്നു, അല്ലെങ്കിൽ അത് ലീഗലായിട്ട് പോകണമായിരുന്നു. നേരെ മറിച്ച് നിങ്ങൾ എന്താണ് ചെയ്തത്? മാധ്യമങ്ങളെ വിളിച്ചു വരുത്തി വാർത്താ മാധ്യമങ്ങളിൽ കൂടെയും സോഷ്യൽ മീഡിയയിൽ കൂടെയും ആ ഒരു പ്രസ്ഥാനത്തെയും ആ ഒരു വ്യക്തിയെയും നിങ്ങൾ ആരോപണം ഉന്നയിക്കുന്ന ആ വ്യക്തിയെയും നിങ്ങൾ തകർക്കാനാണ് നോക്കിയത് അല്ലേ? വ്യക്തിയെന്ന് ഉപരി ആ ഒരു പ്രസ്ഥാനത്തെ നശിപ്പിക്കാനാണ് ഇവർ നോക്കിയത്. വരാനിരിക്കുന്ന ഇലക്ഷനെ മുൻകൂട്ടി കണ്ടിട്ട് അടുത്ത ഭരണവും LDFന് മേടിച്ചു കൊടുക്കാനുള്ള എല്ലാ പരിപാടിയാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ? അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം MA ഷഹനാസിനെ വിട്ടുമാറാതെ ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അമ്മയുടെ ശാപം ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുവാണ്. ഓക്കെ, ഞാൻ ഇവിടെ NK മുനീർ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ആ ഒരു വാർത്തയും കൂടെ ഞാൻ ഇവിടെ വെച്ച് തരാം. അപ്പോൾ പുള്ളി നല്ലൊരു CHൻ്റെ മകൻ കൂടിയാണ്. മാത്രമല്ല മന്ത്രി, ലീഗ് നേതാവ്, ഡോക്ടർ, ചിത്രകാരൻ, ഗായകൻ, പുസ്തക പ്രസാധകൻ, മാധ്യമ സംരംഭകൻ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് മേഖലകളിൽ പുള്ളിയുടെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. പുള്ളി നല്ലൊരു സത്യസന്ധനായൊരു മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും പുള്ളി ഈ 48 ലക്ഷം രൂപയുടെ കടങ്ങളൊക്കെ വന്ന സമയത്ത് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് കൊടുക്കുന്ന ഒരു സംഭാഷണമുണ്ട്. അത് ഞാൻ ഇവിടെ വെച്ചില്ല, അതും കൂടെ ഒന്ന് കണ്ടു. ഓക്കെ. MK മുനീറിന്റെ വായ്പ അടച്ചു തീർത്തു. 48 ലക്ഷം രൂപയുടെ വായ്പയാണ് അടച്ചു തീർത്തത്. മുസ്ലിം ലീഗ് നേതൃത്വം കാലിക്കറ്റ് ടൗൺ സഹകരണ ബാങ്കിൽ കാശ് അടയ്ക്കുകയായിരുന്നു. ഇതുവരെ ഞാൻ അവരോട് പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ, അവരുടെ കുഴപ്പമല്ലല്ലോ, ഞാനത് പറയാതിരുന്നതാണ്. കാരണം പാർട്ടിയെ ബുദ്ധിമുട്ടിക്കേണ്ടെന്നുള്ള നിലയ്ക്ക്. പക്ഷേ ഇപ്പോൾ പാർട്ടി ഇപ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ അവരെന്നെ രണ്ടുപേരും വിളിച്ചിരുന്നു. ഇന്നലെ രാത്രി തന്നെ കുഞ്ഞാലിക്കുട്ടി സായി വിളിച്ചു, പിന്നെ തങ്ങൾ വിളിച്ചു, എല്ലാവരും വിളിച്ചിരുന്നു. കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പാർട്ടി നിങ്ങൾ ഓക്കെ. അപ്പം നിങ്ങൾക്കിതുപോലെ ഷഹനാസാണ് MK മുനീറിൻ്റെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണക്കാരിയാവാൻ ഒരു പങ്ക് ഈ ഷഹനാസിനും കൂടെ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്ത്, ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.